സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് ആക്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് BJP സർക്കാർ അതിപ്പോൾ അതിൻ്റെ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പാർട്ടികൾ കേസ് കൊടുത്ത സുപ്രീം കോടതിയിൽ അത് നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെൻറ് അന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യുകയില്ല, കുറച്ച് പെട്ടെന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് കൊടുത്തത്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവരിപ്പോൾ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു കൂട്ടായ ഒരു യത്നത്തിലൂടെ, അതായത് എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് ഉള്ളൊരു മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ തന്നെയുള്ള കേസ് അപ്പോൾ രണ്ടാമത് സബ് ഒരു ഹർജി ഇപ്പോൾ ഇന്നും കൊടുക്കുകയുണ്ടായി. ഇന്ന് സുപ്രീം കോടതി അത് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. പിന്നെ ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചർച്ച ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനൊക്കെ അറിയാലോ, CT മുഹമ്മദ് ബഷീർ സാഹിബിനെയും സംവിധാനിയൊക്കെ ഇപ്പോൾ അവർ ഇലക്ഷൻ പ്രചരണ രംഗത്ത് പോകേണ്ടതാണ്. അത് നിർത്തിവെച്ച് അവരോടൊക്കെ ഇന്ന് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ പറഞ്ഞത് ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. അവരൊക്കെ പാർലമെന്റിൽ ഇതിനെതിരായി വളരെ പോരാടിയ ആളുകളാണ്. കോടതിയിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ 4 കൊല്ലം മുമ്പ് അവർ കൊടുത്ത ഉറപ്പാണ്, അഫിഡവിറ്റാണ്. ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് റൂൾസ് കൊണ്ടുവരില്ല, റൂൾസ് കൊണ്ടുവന്നാലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ആ സ്റ്റാൻഡാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് മാറ്റി പെട്ടെന്ന് ഈ ഓർഡേഴ്സ് ഇറക്കിയത്, റൂൾസ് ഇറക്കിയത്. അപ്പോൾ തീർച്ചയായും അതിലൊരു പാടില്ല, ഇല്ലീഗാലിറ്റി ഉണ്ട്, നിയമവിരുദ്ധത ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദുരുദ്ദേശമാണ് ഇതിപ്പോൾ. അവർ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കൊന്നും ബാധകമാവില്ല, അതിപ്പോൾ മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വന്നോലും ബംഗ്ലാദേശിൽ നിന്ന് വന്നോൽക്കും ഒക്കെയാണ് ബാധക എന്ന് അവർ പറയുന്നുണ്ട്, ഓർഡറിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മതം അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക മതത്തിന് കൊടുക്കൂല എന്ന് തീരുമാനിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ലോകത്തെവിടെയും ആരും ചെയ്യാത്തതാണ്. മാത്രമല്ല അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്നതല്ല, ഒരു സംസ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അത് വളരെ മോശമായിട്ടാണ്, ഇന്ത്യയുടെ മുഖം തന്നെ ലോകത്തിന് മുമ്പിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ലീഗ് ഇപ്പോൾ തങ്ങളിവിടെ പറഞ്ഞ പോലെ ലീഗലി അതിനെ ചോദ്യം ചെയ്യും. അതിനെതിരായി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പാർട്ടികളെ ഒപ്പം ചേർന്ന് എല്ലാ നിലക്കും എതിർക്കും. UDF ആയിട്ട് ഇനി പാലയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 17-ാം തീയതി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗമുണ്ട്. എല്ലാവരും ഇതിനെതിരെ തന്നെയാണ്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും. കോൺഗ്രസ് വളരെ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ KPC പ്രസിഡന്റിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. ഞങ്ങളുടെ 2 പാർലമെന്റ് മെമ്പർമാരും ഇതിനെ നഖശികാന്തം പാർലമെന്റിൽ എതിർത്തതാണ്. 3 ഗനിയും സമദാനി ഇടിയൊക്കെ വളരെ സമയമെടുത്ത് സംസാരിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്റിന്റെ മേശപ്പുറത്ത് പോലും വെക്കാതെ റൂൾസ് കൊണ്ടുവന്നതിനൊക്കെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങളുടെ മെമ്പർമാർക്കൊക്കെ ശക്തമായ റോള് പാർലമെന്റിൽ വളരെ സുപരിതരായ ഞങ്ങളുടെ പ്രതിനിധികൾ പാർലമെന്റിലുണ്ട് എങ്കിൽ അവരൊക്കെ ഇതിനെതിരായി അതിശക്തമായി സംസാരിക്കും.